ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കരുനാഗപ്പള്ളിക്ക് പോവുകയാണേ. വീട്ടിൽ ചെന്ന് അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചിട്ട് വേണം പോകാനൊക്കെ ഉണ്ട്. രമ്യ ചേച്ചിയുടെയും പ്രവീൺ ചേട്ടൻ്റെയൊക്കെ വലിയൊരാഗ്രഹം അത് സാധിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന്. അപ്പം അവിടെ വീട് വെക്കാനുള്ള കല്ലിടിയിലാണ് ഇന്ന്. അപ്പം വീഡിയോസ് ഒന്നും ഇപ്പോഴും ഇടണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എങ്കിലും ഞാൻ പറയാം, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. പറ്റുന്നവർ മാത്രം വരും. അപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇടുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ അങ്ങ് ഇടാമെന്ന് കരുതി. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് രമ്യേച്ചിയും തങ്കച്ചിയപ്പയൊക്കെ പരിവാരത്തിലായിരുന്നു. തങ്കച്ചിയപ്പം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേ. പൊടിവാവയിൽ ലച്ചുവൊക്കെ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. അപ്പോൾ പൊടിവാവേനെ എടുത്തപ്പോഴത്തേക്ക് അമ്മ മുടിയൊക്കെ തോർത്തി കൊടുക്കുമായിരുന്നു. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മുടിയുള്ളത് കൊണ്ട് പിന്നെ വെള്ളം നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ ഡയറി മിൽക്കൊക്കെ കൊണ്ടുവന്ന് പൊടിവാവയ്ക്കും ശ്രീമോനും എല്ലാവർക്കും വായി വെച്ച് കൊടുക്കും. അപ്പോൾ ലച്ചു ചോദിച്ചു, അതെന്താ ഭക്ഷ്യഭേദം കാണിക്കുന്നത്, എനിക്കില്ലേ പൊടിവാവയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് ഹായ് ഒക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്കില്ലേടി, നിനക്ക് തരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡ്യൂട്ടിയായി. അലുവ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അലുവ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലിടുന്ന സമയത്ത് ചായയും ഉഴുന്നുവടയും നമ്മുടെ അലുവയും കൂടെ കൊടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണേ. അതാണെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി കിട്ടിയത് എനിക്കും. ഞാൻ കട്ട് ചെയ്യുമ്പോൾ അമ്മ ചോദിക്കുന്നത്, ഇത്രയും ചെറുതാക്കി വേണോ, ഇത്രയും വലുതാക്കി വേണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകളായി. അപ്പം ഞാൻ പറഞ്ഞു, അലുവ മധുരമല്ലേ, എല്ലാവരും ഒരുപാട് കഴിക്കുമോ. അപ്പോൾ അവിടെ ആണെങ്കിൽ പ്രവീൺ ചേട്ടൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അലുവ ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ വലിയ പീസ് കഴിക്കും. ചെറിയ പീസ് ആണെങ്കിൽ എല്ലാവരും ചോദിക്കുമെന്ന്, കൈ മുറിഞ്ഞില്ലയോ, ഇത്രയും ചെറുതായിട്ട് മുറിച്ച് എന്താണെന്നൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ അലുവ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ മുറിഞ്ഞു പോയ ചെറിയ ചെറിയ പീസുകളൊക്കെ കഴിച്ച് നോക്കുന്നത് കൊണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ഇത്രയും മതിയോ വലുപ്പം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. അച്ഛനും വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഇച്ചിരി കൂടി വലുപ്പത്തിൽ അരിഞ്ഞോളാൻ പറഞ്ഞു, കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് ഓരോന്നും ഓരോ വലുപ്പത്തിലൊക്കെ ആയിരുന്നു. അവർ മണ്ടേ കിടക്കുന്നത് കിട്ടുന്നവർക്കെല്ലാം വലിയ പീസ് കിട്ടും. ചെറിയ പീസ് മതിയെന്ന് പറയുന്നവരോട് അടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഏട്ടനും പിള്ളേരും എല്ലാം അങ്ങ് വെളിയിൽ പോയി. എനിക്ക് എപ്പോഴത്തേക്ക് ഇച്ചിരി ചിക്കൻ കറി വെക്കാനുള്ള ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കണം, ചായ ഉണ്ടാക്കണം, ടാങ്ക് വെള്ളം കലക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുമെങ്കിലും അവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ചേച്ചി ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ, എല്ലാം എടുത്തു തരാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാനും സുകന്യ ചേച്ചിയും കൂടെ ആണ് ചായ ഇട്ടതും വെള്ളം കലക്കിയതും ചിക്കൻ കറി വെച്ചതുമെല്ലാം. ചിക്കനെല്ലാം പ്രവീൺ ചേട്ടൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് തന്നു. ചേച്ചി എല്ലാം ഉള്ളിയെല്ലാം അരിഞ്ഞ് വഴട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് അത് ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പം 2 അടുപ്പേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് എല്ലാം ഒരു സമയം ചെയ്യുകയും വേണം. അപ്പോൾ ഇത് ഇടാനുള്ള കല്ലിടാനുള്ള സമയമായി. അപ്പോൾ ചായ എല്ലാം ആദ്യം വേണ്ടത്. അങ്ങനെ ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഏട്ടനായിരുന്നു വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനൊരു പണി കിട്ടി. ഏട്ടനാണെങ്കിൽ ഇത് നമ്മുടെ ചായ ഗ്ലാസ് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോഴത്തെ കുറച്ച് സമയത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഏട്ടനാണെങ്കിൽ ഫോണും കൊണ്ടായിരുന്നു പോയിട്ടുള്ളത്. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് വാങ്ങിച്ചെടുക്കാൻ തുടങ്ങി. ഇന്ന് കല്ലിടുന്നെങ്കിലും പിന്നെ പണി തിങ്കളാഴ്ച തൊട്ടേ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കല്ലിടാൻ വേണ്ടിയിട്ട് 3 പേര് വരണമെന്ന് പറഞ്ഞു. 3 പേര് കല്ലെ പിടിച്ചിട്ട് അത് താഴോട്ട് വെക്കണം എന്ന് പറയുന്നത്. പ്രവീൺ ചേട്ടനെ ഇറക്കി ആ കുഴിയിൽ നിർത്തി രമേച്ചിയും ലച്ചു ആ പുള്ളിയും കൂടെയാണ് എടുത്തങ്ങോട്ട് പ്രവീൺ ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊടിവാവയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ എന്തോ ഇരിക്കുവാണെന്ന് തോന്നുന്നു. അത് പൊടിവാവ താഴെ നിൽക്കുവാണ് കേട്ടോ. കുഞ്ഞിനെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. എല്ലാവരും കൂടെ അവിടെ നോക്കി നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തന്നെ കല്ലിടാനൊക്കെ സാധിച്ചു. ലച്ചുവിനായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം വീട് വെക്കണമെന്നുള്ളത്. എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പം ആ ഒരു ആഗ്രഹം നിറവേറാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണിത്. അപ്പം എല്ലാവർക്കും സന്തോഷമായി. ഇനിയിപ്പം എല്ലാം ഷടപടേന്ന് നടന്നോളും. അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ കല്ലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ എല്ലാം, എങ്കിൽ ഞാൻ പോട്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ, ചായ എല്ലാം ഒഴിച്ച് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊണ്ടുവരണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി വീഡിയോസൊക്കെ ഏട്ടനാണ് എടുക്കുന്നത്. അവിടെ അതെന്തോ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ കല്ലിടിയിൽ അതൊക്കെ ഞാൻ മറന്നുപോലും പോയി. കല്ല് ഞാനാണ് പിടിച്ചിട്ടത്. അപ്പോൾ എൻ്റെ നാളിനായിരുന്നു കല്ലിടാനുള്ള ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനായിരുന്നു കല്ല് വെച്ചത്. ഏട്ടൻ പിടിച്ചു തന്നു. അന്ന് ഞാൻ പ്രഗ്നൻറ്റും ആയിരുന്നു കേട്ടോ. 7 മാസം എന്തോ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചായ എല്ലാം ഇട്ട് എല്ലാവർക്കും ചായ കൊണ്ടുവരുവാണ്. വിത്തൗട്ട് എടുത്തു, അല്ലാതെ മധുരമുള്ള ചായ എടുത്തു, ജ്യൂസ് എടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കുടിച്ചോട്ടെന്ന് കരുതി. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഞാൻ ചായ കൊണ്ട് വരുന്ന കണ്ടുകൊണ്ടന്നെ കൈ നീട്ടി. അത് ചായക്കല്ല, അവനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചായ എല്ലാം കൊടുത്തു. പിന്നെ അടുത്തുനിന്ന് വന്നവരെല്ലാം പിരിഞ്ഞു പോയി. ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ശ്രീമോനാണെങ്കിൽ അപ്പോഴത്തേക്ക് അങ്ങ് മോശമായിട്ടായി കേട്ടോ. അങ്ങനെ ശ്രീമോൻ്റെ ഡ്രസ്സൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. ചൂടായിരുന്നു. വെള്ള ഡ്രസ്സല്ല, അത് മൊത്തം അഴുക്കാക്കുകയും ചെയ്തു. പിന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനൊക്കെ സമയമായപ്പോഴത്തേക്ക് കുറച്ച് പേരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വീട്ടിലോട്ടിങ്ങ് പോരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ.
ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോകാനും ഇറങ്ങി. ലച്ചു അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തു. പക്ഷേ വീഡിയോ എടുത്തെങ്കിലും അത് നടന്നില്ല. അത് ക്യാൻസലായിപ്പോയി കേട്ടോ, ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ അമ്മയും അച്ഛനെയൊക്കെ വീട്ടിലിറക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടിങ്ങ് പോരുവാണ്. വരുന്ന വഴി ആകാശിനെ കണ്ടായിരുന്നു. അങ്ങനെ ആകാശിനോട് സംസാരിച്ചൊക്കെ നിന്ന് കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോകുന്നു. ലെഹേമ വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.